ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹയ. ഈ രണ്ട് ഫ്രോക്കിൻ്റെയും കട്ടിങ് വീഡിയോ വേണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഈ വീഡിയോ ഈ രണ്ട് ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിവിടെ 1 ഇയർ ഓൾഡ് ബേബിയുടെ ബേസിക് മെഷർമെൻറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ഇയർ ഓൾഡ് ബേബിയുടെ ബേസിക് മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റൗണ്ട് ചെസ്റ്റ് 20 ഇഞ്ച്, റൗണ്ട് വേസ്റ്റ് 20 ഇഞ്ച്, ക്രോസ് ബാക്ക് ഓർ ഷോൾഡർ 7 ഇഞ്ച്, വേസ്റ്റ് ലെങ്ത്ത് 7 ഇഞ്ച്, ഡ്രസ് ലെങ്ത്ത് 19 ഇഞ്ച്, ആം ഹോൾ 4 ഇഞ്ച്. ഇതാണ് ബേസിക് മെഷർമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡ്രസ് ലെങ്ത്ത് 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് അല്ല, ഹാഫ് ഫ്രോക്കിൻ്റെ, അതായത് മുട്ടിൻ്റെ താഴെ വരെയുള്ള ഫുൾ ലെങ്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊരു മെറ്റീരിയലിനെ ഇതുപോലെ ആദ്യം രണ്ടായി മടക്കും ഫസ്റ്റ്. അപ്പോൾ ഒരു സൈഡ് ഫോൾഡർ സൈഡും കിട്ടും, മറ്റേ സൈഡ് 2 ഓപ്പൺ സൈഡും കിട്ടും. ഇനി ഒന്നുകൂടി ഇതിന് ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഓപ്പൺ സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്, ഇതുപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇനി ഫോൾഡ് ചെയ്ത് വെച്ച മെറ്റീരിയലിൽ ഞാൻ ഇതുപോലെ മേലെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലൊരു ലൈന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഷോൾഡറിൻ്റെ മേലെയുള്ള തയ്യൽ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ വരഞ്ഞ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, 7.5 ഇഞ്ചിൽ തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലുമായിട്ടും 7 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 പോയിൻറ്റും ഇതുപോലെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ മേലെയുള്ള ലൈനിലായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ 7 ഇഞ്ചിൻ്റെ നേരെ പകുതി 3.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് താഴെയായിട്ടും സെയിം 3.5 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിലായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യണം. ആം ഹോൾ 4 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് ആം ഹോൾ ഈ ലൈനിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 2 പോയിൻറ്റും സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് ഈ ലൈനിൽ ഞാൻ റൗണ്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. റൗണ്ട് ചെസ്റ്റ് 20 ഇഞ്ചിൻ്റെ 4/1 ഭാഗം 5 ഇഞ്ച് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആം ഹോൾ കേർവ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ റൗണ്ട് വേസ്റ്റിൻ്റെ 4/1 ഭാഗം, റൗണ്ട് വേസ്റ്റ് 20 ഇഞ്ചിൻ്റെ 4/1 ഭാഗം 5 ഇഞ്ച് ഞാൻ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പ് 1 ഇഞ്ച് ഞാൻ ഈ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ചെസ്റ്റിൻ്റെ അടുത്തും 1 ഇഞ്ച് താഴെ വേസ്റ്റിൻ്റെ അടുക്കും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് വിഡ്ത്ത് ഞാനൊരു 2 ഇഞ്ച് ഇതുപോലെ മേലെയുള്ള ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് താഴെയായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ 2 സൈഡിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഒരു 1.5 ഇഞ്ച് ഞാൻ ഇതുപോലെ 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം 2 പോയിൻറ്റ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്കൊന്ന് റൗണ്ടായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറും കൂടി ഇതുപോലെ ചെറുതായി ഒന്ന് താഴ്ത്തി വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് ഈ ആം ഹോളിൻ്റെ സൈഡിൽ കൂടി ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിലും മേലെ ഷോൾഡറിലും ആയിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത് ഈ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതാണ് യോക്കിൻ്റെ ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത്. ഇത് സിംഗിൾ പീസാണ്. ബാക്കിലേക്ക് വേണ്ടി 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തത്, അതായത് 2 പീസായിട്ട് കട്ട് ചെയ്തത് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസായിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി സ്കേർട്ടിൻ്റെ അതായത് ഫ്രോക്കിൻ്റെ താഴെ ഭാഗം സ്കേർട്ട് പോർഷൻ ഞാനിങ്ങനെ കട്ട് ചെയ്തതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഞാൻ 1.5 മീറ്ററുള്ള മെറ്റീരിയൽ കുറച്ചധികം ചുരുക്കിട്ടിട്ട് അടിക്കാൻ വേണ്ടി 1.5 മീറ്ററുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യോക്ക് 7 ഇഞ്ച് കഴിച്ച് 19 നിന്ന് -19 ഡ്രസ് ലെങ്ത്ത് വരുന്നത്. 19 - 7 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് കഴിച്ചാൽ ബാക്കി വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് താഴേൽ ഫോൾഡ് ചെയ്ത് അടിക്കാനും മേലേൽ യോക്കായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 13.5 ഇഞ്ചാണ് ടോട്ടൽ മെറ്റീരിയൽ ഞാൻ താഴേലേക്ക് വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ 1.5 മീറ്റർ ലെങ്ത്തുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1.5 മീറ്റർ മെറ്റീരിയലിൽ നിന്ന് ഞാൻ 13.5 ഇഞ്ച് ലെങ്ത്തിൽ താഴേലേക്ക് വേണ്ടി സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടി ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്ത്. ബാക്കി വരുന്ന റിമൈനിങ് പീസിലാണ് ഞാൻ യോക്കും സ്ലീവും കട്ട് ചെയ്തെടുത്തത്. മെയിൻ മെറ്റീരിയൽ നിങ്ങളൊരു 13.5 ഇഞ്ചിൽ എടുക്കുകയാണെങ്കിൽ താഴെ വരുന്ന ലൈനിങ് മെറ്റീരിയൽ അത്രയൊന്നും ലെങ്ത്തിൽ എടുക്കണമെന്നില്ല. ഒരു 1-2 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് എടുത്താലും മതിയാവും. ഇനി സ്ലീവ് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് കാണിച്ചത്. ഞാൻ ഇവിടെ ഒരു 22 ഇഞ്ച് ലെങ്ത്തുള്ളൊരു പീസ്, ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 10 ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട്. ഇനി ഈ പീസിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് ഫോൾഡഡ് സൈഡുമാണ്, മറ്റേ സൈഡ് ഓപ്പൺ സൈഡുമാണ്. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് നേരെ പകുതിയായിട്ട് ഒന്നുകൂടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ഇനി ഈ കാണുന്ന ഫോൾഡഡ് സൈഡായിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്, പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വെച്ച് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് ഒരു 1 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇതുപോലെ കേർവായിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരഞ്ഞു കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ഞാൻ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് മറ്റേ വീഡിയോയിൽ കാണാം, ഞാൻ ആദ്യം ഈ ഓപ്പൺ സൈഡ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രില്ലാക്കി മാറ്റി ക്യാപ് സ്ലീവ് ആക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തത്. ഇത്രയാണ് ഞാൻ ആ മെറൂൺ ഫ്രോക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പാറ്റേൺ. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചത് പോലെ ആദ്യം കോട്ടൺ ലൈനിങ്ങിലാണ് ഞാൻ പാറ്റേൺ വച്ച് കട്ട് ചെയ്തെടുത്തത്, യോക്കിൻ്റെ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം ഈ പാറ്റേൺ വെച്ചിട്ടാണ് രണ്ടാമത്തെ ലെയർ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലിൻ്റെ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. മേലെ യോക്കിൽ 2 ലെയർ ലൈനിങ് വരുന്നുണ്ട്, പക്ഷെ താഴെ സ്കേർട്ട് പോർഷനിൽ സിംഗിൾ ലൈനിങ് മാത്രമേ വരുന്നുള്ളൂ, മെയിൻ മെറ്റീരിയലും സിംഗിൾ ലൈനിങ്ങും. അടുത്ത ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ഞാൻ കാണിച്ചത്. ഈ സെയിം മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അടുത്ത ഫ്രോക്കും കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം ഇതിൻ്റെ നെക്ക് ഇച്ചിരി കൂടി കയറിയിട്ടാണ്, സീ ത്രൂ ആയതുകൊണ്ട് തന്നെ, അതായത് ട്രാൻസ്പാരൻറ്റ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഭംഗി ഉണ്ടാവണമെങ്കിൽ നെക്ക് കുറച്ചുകൂടി കയറണം, എന്നാലേ ലൈനിങ് നമുക്ക് കണക്കായിട്ടുള്ള ഇറക്കത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ നെക്ക് കുറച്ച് കയറിയിട്ടാണുള്ളത്. പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെയിൽ സ്കേർട്ട് പോർഷനിൽ ഞാൻ സർക്കുലറിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. നോർമലി ഇപ്പം ഞാൻ മെറൂൺ ഫ്രോക്ക് കട്ട് ചെയ്തതുപോലെ തന്നെ റെക്റ്റാങ്കുലറിലും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ ഓപ്പൺ സൈഡിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ, ഇത് ഓപ്പൺ സൈഡാണ്, ഈ ഓപ്പൺ സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഫോൾഡഡ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെയാണ് ഞാനിതും കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ താഴെ നിന്ന് മേലോട്ടേക്കാണ് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 7 + 1/2 ഇഞ്ച് 7.5 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലും അപ്പുറത്തായിട്ടും 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ 2 പോയിൻറ്റും ഇതുപോലെ സ്കെയിൽ വെച്ച് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിലായിട്ട് 3.5 ഇഞ്ച് 7 ഇഞ്ചിൻ്റെ നേരെ പകുതി 3.5 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, സെയിം അതേ പാറ്റേൺ വെച്ച് തന്നെയാണ് ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി താഴെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് 2 പോയിൻറ്റ് ഞാൻ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആം ഹോളും കൂടി 4 ഇഞ്ച് ആം ഹോൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഞാൻ സ്ട്രെയിറ്റിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം റൗണ്ട് ചെസ്റ്റ് 5 ഇഞ്ച് ഞാൻ ഈ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സെയിം ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. താഴേൽ ഞാൻ റൗണ്ട് വേസ്റ്റും 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പോയിൻറ്റും സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നെക്കിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം ഞാൻ വരുത്തുന്നത്. കഴുത്തിൻ്റെ അകലം ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. പക്ഷേ കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം 1.25 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ റൗണ്ടിൽ നെക്ക് ലൈന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ കേർവിലും നെക്ക് ലൈനിലും ഷോൾഡറിലും ആയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ്ങിൽ കുറച്ച് ഇറക്കിയിട്ട് കട്ട് ചെയ്യണമല്ലോ, ലൈനിങ്ങിന് നെക്ക് ആവശ്യമില്ലല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ ഷോൾഡറിന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-3.5 ഇഞ്ച് വരെ പോകുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ 2 സൈഡിലായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് യോക്കിലെ പീസിലും ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്കെയിൽ വെച്ച് ഞാൻ ഇതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 2 പീസും ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ആം ഹോളിൻ്റെ ഈ എൻഡിൽ ഞാൻ ജസ്റ്റ് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടും സെയിം പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാനൊരു കർവ് ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്തതെങ്കിൽ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് നെക്ക് വരുന്നത്. ഇതാണ് ഫ്രണ്ട് യോക്കിൻ്റെ പീസ്. ഇത് ഞാനിപ്പോൾ വരുന്നിടത്ത ലൈനാണ്. ഇനി ഇവിടെ ഈ സെൻറ്ററിലായിട്ട് ഇവിടുന്ന് താഴോട്ടേക്കൊരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിനൊരു കർവ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഫ്രണ്ടിലെ ഷേപ്പ്. ഇനി ബാക്ക് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ബാക്ക് ഇങ്ങനെ കേർവിലൊന്നുമല്ല ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഈ സ്ട്രെയിറ്റ് ലൈന് എങ്ങനെയാണോ നമ്മൾ വരുന്നത് അതിൻ്റെ മേലേൽ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയി തന്നെയാണ് ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാനും ഇപ്പം നെക്ക് ലൈന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനും ഓർത്തത്. നെക്ക് ലൈന് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യോക്ക് എങ്ങനെയാണോ നിങ്ങൾ കട്ട് ചെയ്തത്, അതായത് ബോഡീൻ്റെ പീസ് എങ്ങനെയാണോ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത ആ ടൈമിൽ തന്നെ മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ മെയിൻ മെറ്റീരിയലിൻ്റെ യോക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം ലൈനിങ്ങിൽ നെക്ക് ലൈന് കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടാമത് പിന്നെയും വേറൊരു പീസിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിൻ മെറ്റീരിയലിൽ തന്നെ പിന്നെയും പാറ്റേൺ വരച്ചിട്ട് പിന്നെയും രണ്ടാമത് അതൊരു ഡബിൾ പണിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത പീസ് കളയാണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടും മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതുപോലെ ഞാൻ കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.